ആരെ കലമ്പിടാൻ വന്നാലും ശരി കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ കഴിപ്പിച്ചിരിക്കും. തൃശ്ശൂർ ഗടികളൊക്കെ വെറുപ്പിച്ചിനി നെല്ലിയാമ്പതിയുള്ള ഗടികളെ വെറുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. സമയം തെറ്റിയിട്ടുള്ള പോക്കായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും കുറച്ച് ധൃതി ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ടീമിൽ ഓടായിട്ടുണ്ട്. എന്റെ വീഡിയോസ് ഡെയിലി ഫോളോ ചെയ്യുന്നവന് ഈ മുഖം മറക്കാൻ പറ്റില്ല. എന്റെ പരിഗണന കണ്ടപ്പോ കാര്യം മനസ്സിലായിട്ടവന്. ഇപ്പൊ നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ട് നമുക്ക് വണ്ടിയിലേക്ക് ചെക്ക് കയറാം. ഈ പരിപാടി ആവശ്യത്തിന് ബ്ലാക്ക് ഇട്ടുകൊണ്ട് ബാക്കി എല്ലാരും കൂടി ബ്ലാക്ക് ഇടിപ്പിച്ച് ഞങ്ങൾ. ഇപ്പൊ വണ്ടി ലോഡായി ഞങ്ങൾ എല്ലാവരും വണ്ടിയുടെ ഉള്ളിലേക്ക്. ഞാൻ ആദ്യമേ കയറി സെന്ററിലിരുന്നു. വാത്സല്യം വേണേ. ഞങ്ങൾ രണ്ടുപേരും നല്ല സീറ്റ് ഉറപ്പിച്ച്. ഇപ്പം ഭാര്യനെ പിന്നിലേക്ക് തട്ടിട്ട് എന്റെ അടുത്ത് വന്നിരിക്കണതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തബിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമുന്തിരി ആട്ടുംകാട്ടാന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചോളൂ. അത് അങ്ങനെ വരണം. പൂസ് പിന്നെ വേറെ വൈബ്. കൂടെ നമ്മുടെ എക്സ്പ്രഷൻ ക്വീൻ ഡോക്ടറും കൂടെ നമ്മുടെ സ്വന്തം ശല്യമുണ്ട്. ഞാൻ തേച്ച ചെകുത്താന്റെയും കടലിൽ നിന്ന് അടുക്ക്. എങ്ങനെയുണ്ട്? ശല്യത്തിനോട് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല, കാരണം ആയുധം വെച്ചിട്ടുള്ള കളിയാണല്ലോ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാറു സൈഡായി. ഇരം കേൾക്കുന്ന കൂർക്കം വലിയ ഇനി കാറിലുണ്ടാവോ എന്നുള്ളതായിരുന്നു എന്റെ ഭയം. നെല്ലിയാമ്പതി എന്നിട്ട് രണ്ടുപേരുടെ പല്ലെടുക്കാണെന്നാണ് അവള് പറയണത്. എന്നിട്ട് തുള്ളി കളിക്കുക. ഓൾമോസ്റ്റ് 3 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കയറ്റി വിടില്ല എന്നുള്ളത് കണ്ടറിയാം. മഞ്ഞുകൊള്ളാൻ നെല്ലിയാമ്പതി പോവായിരിക്കുന്ന ജംഗ്ഷനൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് 3 മണിക്ക് മുമ്പ് കയറണം, 5 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ കോട ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയപ്പോ കണ്ട കാഴ്ച ഒരു രക്ഷയില്ല. പെട്ടെന്ന് പ്ലാനറ്റ് യൂണിവേഴ്സിനെ പറ്റിച്ച് വന്നോണ്ടാന്ന് തോന്നുന്നു ഇവിടെ മഞ്ഞൊക്കെ ഉള്ളത്. സാധാരണ ഇങ്ങനെയൊന്നല്ല എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഈ കോട മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് അവിടെ വന്ന കാശ് മുതലാവാനായിട്ട്. ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പൂസിന്റെ വരവ്. എവിടുന്ന് ഇറങ്ങി വരുന്നു ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഈ സെൽഫി എടുത്തോണ്ടുള്ള പോക്ക് തിരിച്ചു വന്നത് കരഞ്ഞോണ്ടാണ്. മാല പോയി, ഒപ്പം ഞങ്ങളുടെ എല്ലാവരുടെ കിളി. ആദ്യം അത് തപ്പിയിട്ട് കിട്ടാണ്ട് കരഞ്ഞു, പിന്നെ അത് കിട്ടിയപ്പോ കരഞ്ഞു, പിന്നെ അവൻ കെട്ടിയപ്പോ കരഞ്ഞു. അങ്ങനെ 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം അവർ വീണ്ടും വിവാഹിതരാവാണ് മക്കളെ, വിവാഹിതരാവാണ്. അവസാനമായി ഇപ്പൊ ചിരിയും കരച്ചിലും ഒരുമിച്ച്. അത്യാവശ്യം ടൈം എടുത്ത് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും ചിരിയും കളിയും ബഹളൊക്കെ ആയിട്ട് ഒരുപാട് സമയം അങ്ങ് അവിടെ തന്നെ നിന്ന് തീർത്ത്. ഓരോ ദിവസമൊക്കെ പോകുന്നത് അറിയാത്ത ഇന്നത്തെ കാലത്ത് ഇതുപോലെയൊക്കെ ബ്രേക്ക് എടുത്തിട്ടൊന്നും മൈൻഡ് ഫ്രഷ് ആയില്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് വന്നില്ലെങ്കിലേ ഉള്ളൂ. ഞാൻ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് കൂളിംഗ് ഗ്ലാസ് വയ്ക്കണേ. സത്യം കിട്ടും. ആരടവൻ? ഹിറ്റ്ലറിലെ മാധവൻകുട്ടിയാ. അധികം കിടന്ന് മെഴുകാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. എന്നിട്ട് വയറ് വീട്ടുകാരെ വിളിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി എന്തെങ്കിലും ഞാൻ നോക്കി. കണ്ണി കണ്ടതൊക്കെ വലിച്ചു വരുന്ന അപ്പൂസിന് വലിയ വിശപ്പൊന്നുമില്ല. ആർഭാടായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് വിട്ട്. അങ്ങനെ ഹൈ റേഞ്ച് മുഴുവൻ ഇറങ്ങി നാട്ടിലെത്തിപ്പെട്ടാ വീണ്ടും വിശക്കണു. എന്നാൽ എല്ലാവർക്കും ബിരിയാണി കയറ്റാനായി ഒരു ആഗ്രഹം. അതും കുത്തിക്കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് കുടുംബം പിടിക്കാൻ നോക്കാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഫോളോ ചെയ്തോ. ടാറ്റ ബൈ.